സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ +1-ന് 10% സീറ്റുകൾ അധികമായി അനുവദിക്കും. സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകൾ ആവശ്യപ്പെടുന്ന പക്ഷം സീറ്റ് അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഇടുക്കി, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിർദ്ദേശിച്ചുള്ള എയർ സ്ട്രിപ്പുകളുടെ സാധ്യതാ പഠനം നടത്തുന്നതിനായുള്ള ടെൻഡറിനും മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകി. +1 സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 10% മാർജിനൽ സീറ്റ് വർധനവ് അനുവദിക്കുന്നത്. അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അധിക സീറ്റ് അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാകും തീരുമാനം നടപ്പാക്കുക. വിമാനത്താവളങ്ങളില്ലാത്ത വയനാട്, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാൻ സാധ്യതാ പഠനമായി മുന്നോട്ട് പോകാനും മന്ത്രിസഭ തീരുമാനിച്ചു. സാധ്യതാ പഠനം നടത്തുന്നതിനായി റൈറ്റ്സ് കിഫ്കോൺ സമർപ്പിച്ച ടെൻഡർ അംഗീകരിച്ചു. ജൂനിയർ ഗേൾസ് ദേശീയ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനിടയ്ക്ക് പരിക്ക് പറ്റിയ പ്രജിലയ്ക്ക് CMDRF-ൽ നിന്ന് ചികിത്സാ സഹായം അനുവദിക്കാനും തീരുമാനിച്ചു. ചികിത്സാ ചെലവായ 1,51,000 രൂപയാണ് അനുവദിക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഞെളിയൻപറമ്പിൽ CBG പ്ലാന്റ് സ്ഥാപിക്കും. ഇതിനായി BPCL-നെ ചുമതലപ്പെടുത്തി. കുട്ടനാട് കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 36.26 കോടി രൂപയുടെ പ്രവൃത്തിയുടെ ടെൻഡർ അംഗീകരിച്ചു. 24 തിരുവനന്തപുരം.